ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറസിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ശ്രീന പ്രതാപൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിച്ചു. വലിയ വാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ഇവരുടെ FIR ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കേസ് നീട്ടിവെച്ചിരിക്കുന്നത് കമ്പനി തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ വക്കീൽ ഇതിൻ്റെ മറുപടി കൊടുത്തപ്പോൾ അത് കണ്ട് പേടിച്ച് ഏപ്രിൽ 3-ാം തീയതിയിലേക്ക് കേസ് മാറ്റുകയായിരുന്നു. ഹൈറിച്ചിൻ്റെ വക്കീൽ ചെയ്തു കൊടുത്ത ഉപകാരം എന്ന് പറയുന്നത്, ശ്രീനക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എന്ന് പറയുന്നത്, ഈ FIRകൾ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് 10-30 പേജുള്ള റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ഈ കേസ് എന്നാൽ പിന്നെ ഒരു 3 ആഴ്ചത്തേക്ക് നീട്ടിവെച്ചേക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. 3 ആഴ്ചയെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ. അല്ലെങ്കിൽ ഇവർ പറയുന്ന വാദങ്ങളെ എതിർക്കുന്നതിന് എന്താണ് തടസ്സം എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് കുഞ്ഞികൃഷ്ണൻ സാറ് ചോദിച്ചിരുന്നത്, നിങ്ങളെ FIR ക്വാഷ് ചെയ്യുന്ന കാര്യം എന്തായി? അത് സാർ നമ്മളത് നീട്ടി വെച്ചിട്ടുണ്ട്, ഏപ്രിൽ 3-ാം തീയതിക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഏപ്രിൽ 7-ാം തീയതിക്ക് മാറ്റിവെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെയുള്ളത് ഇവരുടെ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഇൻഡാസ് ആണ്. അത് ഇതുവരെ ആരും കാണാത്ത ഇൻഡാസ്, വെബ്സൈറ്റിൽ പോലും ഇല്ലാത്ത ഇൻഡാസ്. അങ്ങനെ ഒരു ഇൻഡാസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്രീന വീട്ടിൽ വരുന്നില്ല? എന്തുകൊണ്ട് ശ്രീന മൊബൈൽ ഓണാക്കുന്നില്ല? ഇവരുമായി ബന്ധപ്പെടുന്ന എല്ലാവരും പറയുന്നു ശ്രീന ഒളിവിലാണ്. എന്തുകൊണ്ട്? നിക്ഷേപകരെ പേടിച്ചിട്ടാണോ ഒളിവിൽ പോയിരിക്കുന്നത്? പോലീസിനെ പേടിച്ചിട്ടാണോ ഒളിവിൽ പോയിരിക്കുന്നത്? ഇവർ പറയുന്നു ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇൻഡാസ് ഉണ്ട് എന്ന്. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പരീക്ഷാ സമയത്ത് പോലും മക്കൾക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുക്കാനില്ലാതെ ഒളിവിൽ താമസിക്കുന്നു എന്നാണ് ചോദിക്കാനുള്ളത്. ശ്രീന പ്രതാപനോട് നേരിട്ട് ചോദിച്ചതാണ്. ഇത് നിങ്ങളും കൂടി ഹൈറിച്ചിനെ താങ്ങി നടക്കുന്ന, പൈസ പോയാലും നമ്മുടെ വീട് പോയി കഴിഞ്ഞാലും പക്ഷേങ്കിൽ നമുക്ക് ഹൈറിച്ചിൻ്റെ ദൈവങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് താങ്ങിയെടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നുന്നു, ലജ്ജ. കാരണം ഇവരുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്തിട്ട് അത് പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കണമെന്നുള്ള ഉത്തരവാണ് ജനുവരി 28-ാം തീയതി സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ജഡ്ജ് കോടതി മാറി ഈ കേസ് പോസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ജസ്റ്റിസ് സുധാ മാഡത്തിൻ്റെ ബെഞ്ചിലേക്കാണ് ഈ കേസ് വരേണ്ടത്. എന്നാൽ ഇത് ജയചന്ദ്ര സാറുടെ ബെഞ്ചിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇത് ആ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ കാര്യങ്ങൾ പരിഗണിച്ചോ എന്ന് പറഞ്ഞിട്ട് അത്ര വരേക്കും നിങ്ങൾ സെയിൽ നടപടികൾ നടത്തരുത്, നിങ്ങൾ ഓപ്ഷൻ നടത്തിക്കോ, പക്ഷേ കൈമാറ്റം മാത്രം നടത്തരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെയും സന്തോഷിക്കാനുള്ള ആ ഒരു കാര്യത്തെയും നിക്ഷേപകർക്ക് പണം കിട്ടുന്ന ഒരു കാര്യത്തെയും തടഞ്ഞതിനെ, 3 ദിവസമാണെങ്കിൽ 3 ദിവസം തടഞ്ഞതിനെ പോലും സന്തോഷിക്കാനുള്ള വകയായിട്ട് എടുത്തിരിക്കുകയാണ്. പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പണം നഷ്ടപ്പെടുകയാണോ ചെയ്യുന്നത്? നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ നിക്ഷേപകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഇവരുടെ ലാഭം കൂടി വരികയാണോ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. നിക്ഷേപകർക്ക് ഒരു ദിവസം മുമ്പേ പൈസ കിട്ടട്ടെ എന്ന് ആയിരുന്നു ഇവൻ്റെയൊക്കെ ആദ്യകാല സംസാരങ്ങൾ. അതുകൊണ്ടാണ് EDയുടെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പൈസ കിട്ടാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് ഈ വഴി തീരുമാനിക്കുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെ തൊരപ്പൻ്റെ പണിയാണ് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ഉളുപ്പുണ്ടെങ്കിൽ സഖാവേ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ബൈ.